വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃഗരെല്ലാരും മിന്നി വിളങ്ങും മരണമുണ്ടോ ഉന്നത കൃപയാൽ വിശിഹാനാഥ. മൃഗരെല്ലാരും മിന്നി വിളങ്ങും കരമരുളേണം. ആരാധിച്ചു വണങ്ങുന്നു. ഉദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയിലേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ. കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നീർപ്പോളകൾക്കോ എല്ലാം കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസന്തോഷം ദർശന സുഭകം. പൂർണ്ണമായ ക്ഷയം അവനെ ആശുദ്ധം മഹനീയമായി ദാസനെ വിളിക്കുകയും എന്റെ വലതുഭാഗത്തെയും ചെയ്യട്ടെ. പാവങ്ങൾ കൊടുക്കുന്നവന് കരുണയും നീതിമാനുമായ ദൈവത്താൽ ജീവന്റെയും മരണത്തിന്റെയും നാഥം പരിശുദ്ധാത്മാവുമായ സർവീശ്വര ജീവിതവരെ ദയാപൂർവം പരിപാലിക്കണം. സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ എപ്പോഴും തന്നെ വർഷങ്ങളാവണം കോട്ടയം രൂപതയിലെ രാജ്യപരപ്പറവിലെ എല്ലാ ദേവാലയങ്ങളിലും ഏതാവശ്യങ്ങൾക്കും ഓടി വരുന്നത് ഫിലിപ്പേട്ടൻ്റെ അടുത്തുമായിരുന്നു. തീർച്ചയായിട്ടും പിതാക്കന്മാരുണ്ടായും ഫിലിപ്പേട്ടൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓരോ പള്ളികളോടും വൈദികരോടും ഒക്കെ കാണിച്ച സ്നേഹം അവയെല്ലാം ചെയ്യുന്ന കാര്യത്തിൽ ഏറെ ശുഷ്കാന്തി കാണിച്ച ഫിലിപ്പേട്ടൻ്റെ വേർപാടില് രാജ്യപരം പദ്ധതിയിലെ ഓരോ മക്കൾക്കുമുള്ള അനുശോചനം ഇവിടെ അറിയിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും ഓരോ സഹോദരങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥനകൾ നേരുകയാണ്. ഫിലിപ്പേട്ടൻ സ്വർഗ്ഗത്തിലിരുന്നുകൊണ്ട് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള തീർച്ചയാണ്. നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ആരാധിച്ചു വണങ്ങുന്നു. ഉദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശം ഭൂമിയിലേതാകുന്നു. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മുതലായുസ്സും. ഭവനാനന്ദ കീർത്തനങ്ങൾ പാടും. ഹൃദരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാ. പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യുമാറാകട്ടെ. മകനെയുമായി നിലനിർത്തതിനെ അരികലും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും അന്നത്തിനെയും നാഥൻ പിതാവും അതിന് പരിശുദ്ധാത്മാവുമായി സർവീശ്വര. ആമേൻ.
പരിശുദ്ധാത്മാവിന്റെ സ്തുതിയാവും ജീവൻ എന്റെ പ്രാർത്ഥന ചെവികളേണമേ. എന്തുകൊണ്ട് താൻ പാവമാകുന്നു എപ്പോഴും എന്നേക്കും മഹിമയോടും ദൈവവിധി നാടി കർത്താവേ നീ അണയുകണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ ൂഹായേ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ കൃപയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായുടെ നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാളിൻ പാപങ്ങൾ ഇരയായ വിധിക്കല്ലേ. കർത്താവായ സർവേശ്വരാ, കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാം മിശിഹാനാഥ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ണലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ യാത്രാമങ്ങൾ നേരുവാനായി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. തിരുവേട്ടൻ്റെ രോഗവിവരം അറിഞ്ഞ നിമിഷം മുതൽ, പ്രത്യേകിച്ച് മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ എല്ലാ റോഡുകളും മാമ്പള്ളി ഭവനത്തിലേക്ക് എന്നുവെച്ചിട്ട് സാർത്ഥകമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാൻ സാധിച്ചത്. ഇന്ന് ഇതിലേക്കായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഫിലിപ്പിയേട്ടന് അന്ത്യോപചാരം അർപ്പിച്ച് പോയി ഇപ്പോൾ നിങ്ങൾ ചെയ്യുകയാണ്. അഭിയന്ത പിതാവിൻ്റെ കാർമ്മികത്വത്തില് വീട്ടിലെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. കാരണം അതൊന്നും ഉൾക്കൊള്ളാൻ അപ്പുറത്താണ് ഫിലിപ്പിയേട്ടൻ. നമുക്കൊക്കെ പറയാവുന്ന വാക്കുകൾക്ക് ഒരു പരിമിതിയുണ്ട്. ഫിലിപ്പി കൺവെൻഷനിൽ ദീപബലി അർപ്പിച്ച് സന്ദേശം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഭവനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ഫിലിപ്പിയേട്ടനോടൊപ്പം വർഷങ്ങളോളം അധ്വാനിച്ച പള്ളിപണിയാനൊക്കെ പൂർണ്ണമായിട്ട് സഹകരിച്ച ഫിലിപ്പിയേട്ടന്റെ സഹായം ഏറെ നേടിയെടുത്ത ബഹുമാനപ്പെട്ട മല്ലിപ്പള്ളിയച്ഛൻ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. ചെറുപ്പുറത്തുള്ള സെമിത്തേരിയിലേക്ക് വിലാപയാത്രയായി പോകും. സെമിത്തേരിയിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് 52 വർഷങ്ങളിലേറെ ഫിലിപ്പിയേട്ടനുമായി ഗാഠ സ്നേഹബന്ധം പുലർത്തി എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇടവകയുടെ നാമത്തില്, ഈ നാടിന്റെ നാമത്തില് ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. അഭിയന്ത പിതാവിലൂടെ നമ്മൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. കുട്ടികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആത്മാവിന്റെയും നാമത്തിൽ. ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പുഷ്പം പോലെ വിരിയുന്നു. പാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിൽക്കുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ കാലങ്ങളിൽ നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നുപോകുന്നു. മനുഷ്യരോ നിക്ഷേപമുണ്ടോ അതാർക്ക് വേണ്ടിയാണെന്ന് അവരറിയുന്നില്ല. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ തന്നെ വിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. സുഖകരമാകുന്നു. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിലമണിക്കുന്നു. മത്തിനു ശരണം നീയല്ലോ. ലോകം ഗർഭം സകലേശ ഞങ്ങൾ കരുണ നവജീവൻ. വിശ്വാസമാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം.
നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിരങ്ങുന്നീടും. മധ്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യതയേവം സകലേശം നിരനാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാമിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ നമ്മെ ശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർത്തിച്ചു. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽക്കും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, പകലിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5:24 തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സാംസ്കാരിക, സാമൂഹിക, ആധ്യാത്മിക രംഗത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, ഫിലിപ്പേട്ടന്റെ അന്ത്യ വിയോഗത്തിന് ഫിലിപ്പേട്ടന് ഈ വിട പറഞ്ഞ വേളയിൽ അദ്ദേഹത്തോടൊപ്പമായിരിക്കുവാനും അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കളോടും കുഞ്ഞുമക്കളോടും കുടുംബാംഗങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനായി എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. ഫിലിപ്പ് ഏട്ടനുമായിട്ട് ഏറ്റവും കുറച്ച് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. എന്നോട് തലശ്ശേരിയിൽ കടന്നു വന്നിട്ട് ഒരു കൊല്ലമാണായത്. എങ്കിലും ഒരു കൊല്ലത്തിനിടയ്ക്ക് പല പ്രാവശ്യം ഫിലിപ്പേട്ടനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ വെള്ളിയിടയ്ക്ക് കള്ളാറിന് പോകാനായിട്ടുള്ള വന്ന് രാവിലെ വന്ന് കാപ്പി കുടിക്കുമ്പോൾ ഫിലിപ്പേട്ടൻ കയറി വന്നതും ഞങ്ങൾ വർത്താനം പറഞ്ഞൊക്കെ വർക്ക് ചെയ്യാം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങൾ ഓരോരുത്തർ എത്രമാത്രം ഫിലിപ്പേട്ടനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, എത്രയും സ്നേഹവും അടുപ്പവും ഈ ചേട്ടനോട് ഉണ്ടായിരുന്നുള്ളൊരു വലിയ തെളിവ് തന്നെയാണ്. നമ്മളെല്ലാവരുടെയും നാമത്തിലെ ഫിലിപ്പേട്ടൻ്റെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൃത്യമായ അനുശോചനവും ഒപ്പം നമ്മുടെ പ്രാർത്ഥനയും നേരുകയാണ്. ഒരു നല്ല മനുഷ്യൻ
എന്നുള്ളൊരു വിശേഷണമാണ് ഞാൻ കേട്ടിടത്തോളം എൻ്റെ മനസ്സിലേക്ക് ഫിലിപ്പേട്ടിനെ പറ്റി പറഞ്ഞു കേൾക്കുന്നത്. ഫിലിപ്പേട്ടിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന ആളുകളെയാണ് ഞാൻ കേട്ടത്. അത്രമാത്രം മനുഷ്യ ഹൃദയങ്ങളിലും ജനങ്ങളുടെ ജീവിതത്തിലും ഇടം കണ്ടെത്തിയ ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മളോട് ഇന്ന് ഇവിടെ പറയുന്ന ഫിലിപ്പേട്ടിനെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫിലിപ്പേട്ടിന് എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെട്ടത്. 74 വയസ്സിലെ ഈ ജീവിതകാലത്തിനിടയ്ക്ക് ഒത്തിരിയേറെ മനുഷ്യർക്ക് പല വിധത്തിലൂടെ നന്മ ചെയ്യുവാൻ ഫിലിപ്പേട്ടിന് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഫിലിപ്പേട്ടിന് ഒരിക്കലും മനുഷ്യ മനസ്സിൽ നിന്ന് പറഞ്ഞു പോവുകയും ശാരീരികമായും നമ്മളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഫിലിപ്പേട്ടിന് വേർപെട്ടാലും നമ്മളൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഫിലിപ്പേട്ടിനെ പറ്റിയുള്ള ഭാവന സ്മരണം നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാം. ഉറപ്പായിട്ട് പറയാം, ഫിലിപ്പേട്ടൻ ദൈവത്തിന്റെ പക്കലേക്ക് പറന്നുയർന്നു കഴിഞ്ഞു. അവിടെ പിതാവിന്റെ സന്നിധിയിൽ പിതാവായ ഈശോയോടൊപ്പം ഫിലിപ്പേട്ടനുണ്ട്. നമുക്ക് കുറച്ച് വിശ്വസിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് ഫിലിപ്പേട്ടൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശയും അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇതിനോട് ഇടപെടുമ്പോൾ ഒരു സാധാരണക്കാരനായി വളരെയേറെ വിനയാന്യതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണപ്പെട്ടത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കൂടുതൽ വായിച്ചു പഠിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വം കൂടുതൽ അറിയാൻ കഴിയുന്നത്. വലിയ മനുഷ്യര്, ദൈവിക ജ്ഞാനവും യഥാർത്ഥ ജ്ഞാനം നിറഞ്ഞ മനുഷ്യര് ഉയരുന്തോറും എളിയവരായി തീരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഫിലിപ്പേട്ടൻ ഉന്നതത്തിലായിരുന്നപ്പോഴും എളിയവരിലേക്ക് ഇറങ്ങി വരാനും പാവപ്പെട്ട മനുഷ്യരോടൊക്കെ ഇടപെടാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഫിലിപ്പേട്ടന്റെ വ്യക്തിത്വത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അദ്ദേഹം വേദനിക്കുന്ന മനുഷ്യരുടെ വേദനകളും അറിയുകയും അവിടെ കണ്ണീരുകൾ ഒപ്പാനും അവരെ ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കാനും മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ്. നമുക്ക് നഷ്ടപ്പെടുകയല്ല, ശാരീരികമായിട്ട് നമ്മളിൽ നിന്നൊക്കെ വേർതിരിഞ്ഞെങ്കിലും നമുക്ക് പറയാൻ കഴിയും, നിത്യത്തിലേക്ക് ഫിലിപ്പേട്ടൻ കടന്നിരിക്കുകയാണ്. ഫിലിപ്പേട്ടൻ അവിടെ ഉന്നതത്തിൽ നമ്മൾ പറയുന്ന വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിൽ പിതൃസന്നിധിയിൽ ആയിരിക്കുകയാണ്. നമുക്ക് ഫിലിപ്പേട്ടനെ സന്തോഷത്തോടെ യാത്ര അയക്കാം. മനസ്സിലും ഹൃദയത്തിലും ബന്ധങ്ങളിലൊക്കെ നമുക്ക് വേദനകളും പ്രയാസങ്ങളുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ സന്തോഷപൂർവ്വം ഫിലിപ്പേട്ടനെ ദൈവകരങ്ങളിലേക്ക് പ്രധാന കരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, ഫിലിപ്പേട്ടനെ അങ്ങ് സ്വീകരിച്ച് ഫിലിപ്പേട്ടനെ അങ്ങയുടെ വലതു ഭാഗത്ത് നിത്യതയിൽ നിർത്തണമെന്ന് പറയാം. ഒപ്പം വേർപാട് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയൊക്കെ ആശ്വസിപ്പിക്കണമെന്നും ഈ വേർപാട് അവർക്ക് ഏൽപ്പിക്കുന്ന ആ മുറിവ്, ആ വിടവ്, വേദന ഏറ്റെടുക്കുവാൻ സ്വീകരിക്കുവാൻ ശക്തി കൊടുക്കണമെന്നും അവനുമായി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരുടെയും നാമത്തിൽ കൃത്യമായ അനുശോചനങ്ങളും ഒപ്പം പ്രാർത്ഥനകളും നേരുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഏകാഗ്രതയും ഫിലിപ്പേട്ടനെ ദൈവകരങ്ങളിലേക്ക് ഈശ്വരകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആ ഫിലിപ്പേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. അമൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിനെ അപരാധങ്ങളും കടകളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവ്, ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പീഡകൾ സഹിച്ച് കുരിശിൽപ്പെട്ട് വിശ്വസിക്കുന്നു. മതത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിഞ്ഞു കിടക്കും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ പാപമെനിക്കുള്ളിൽ വേലി വളർത്തുന്നു സാത്താൻ നിറയും ഭയലോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പരമാനന്ദം എല്ലാവരും സഹകരിക്കണം. തിരുമേനിയോടുള്ള നമ്മുടെ കുറ്റമില്ലാത്ത സംസ്ഥാന ശുശ്രൂഷയിൽ പങ്കുചേരുക എന്നുള്ളത്. ഇതിലേക്ക് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വിലാപയാത്രയിൽ പങ്കുചേരുക. പരമാനന്ദം നുകരുമിടത്തിൽ Later.
വണ്ടികളുണ്ട്, നിങ്ങൾ വണ്ടിയിൽ കയറിയോ? ആ, ഞാനിപ്പോൾ ഉടനെ വരാം. ഇതൊന്ന് പൊക്കി വിട്ടേച്ചും വരാം. ഓക്കെ വരാം. നമുക്കിനി എടുക്കാം. സമയം ലേറ്റ് ആക്കാം. അടുത്ത് വണ്ടിയിലോട്ട് വെക്കാനുള്ള തൊട്ടടുത്ത മക്കളും ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് വെക്കുക. ബാക്കിയുള്ളവരെല്ലാം അങ്ങ് പോകാം കേട്ടോ. ബാക്കിയുള്ളവർ നമ്മൾ അവിടെ വെച്ച് നടത്താവേ. അവരെവിടെയാ കിടക്കുന്നത്? ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പൗരപ്രമുഖരെ, മാമ്പള്ളി തിരുത്തിയേട്ടൻ്റെ പൊന്നുമക്കളെ, കുടുംബാംഗങ്ങളെ, ശാസ്ത്രകാരെ, നമ്മുടെ തിരുപ്പച്ചായ മക്കളുടെ എല്ലാം തിരുപ്പച്ചായ നാട്ടുകാരുടെ തിരുപ്പിച്ചേട്ടൻ ഈ മലയുടെ ആലയത്തിൽ നമ്മോട് പറയുന്ന വേണ്ടിയിട്ട് ഇടവക കുടുംബം, നല്ലയുടെ കുടുംബം ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ പ്രിയപ്പെട്ട തിരുപ്പിയേട്ടന് യാത്ര അയക്കുകയാണ്. തിരുപ്പിയേട്ടൻ ഒരു നിസ്വനായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. നിസ്വൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തത്, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കൊടുക്കുന്നത്, കൊടുത്തു നിസ്വനാവുന്ന ഒരു മനുഷ്യൻ. മറ്റ് അന്യഹൃദയങ്ങളിലുള്ള ആ സ്ഥാനമാണ് ഒരാളുടെ ആയുസ്. എന്തുമാത്രം ആ ആളെ നമ്മൾ ഓർക്കുന്നു, അതല്ലേ ഒരാളുടെ ആയുസ്.
മരിക്കുന്നോളം ഓർത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അത് കഴിഞ്ഞുള്ളതാണ്. തീർച്ചയായിട്ടും രണ്ട് ലോകത്തെയും സ്വർഗത്തെയും കൂട്ടിയിണക്കാൻ അക്ഷീണം പരിശ്രമിച്ച് ശ്രദ്ധയുള്ള വിവേകിയായ ഒരു മനുഷ്യനായിരുന്നു. കാരണം ഒരു വശത്ത് കച്ചവടവും ബിസിനസ്സും വ്യവസായ ലോകമുണ്ട്. എന്നാൽ ഒരു ആത്മീയക്കാരൻ അതിൽ നിന്നും ശക്തി സംഭരിച്ച് ഊർജം സംഭരിച്ച് അനുദിനം ദിവ്യബലിയിൽ പങ്കെടുത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു കുർബാന കണ്ടില്ലെങ്കിൽ അവിടെ ഇറങ്ങി കുർബാന കാണുന്ന ഒരു മനസ്സുള്ളവരാണ്. ഈ ദേവാലയം പണിതപ്പെടും, നല്ലയുടെ ആലയം പണിതപ്പെടും. ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ കൺവെൻഷൻ നടന്നു. കോട്ടയിലെ ഒരു വിജാതീയ കൺവെൻഷൻ നടന്നു. അങ്ങനെ നടന്ന വേളയിൽ ഈ പള്ളി പണിയുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ സന്തോഷിച്ചു. ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. സഹോദരരെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കി മരണശേഷം ഉയർപ്പിച്ച്
അക്ഷരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർക്കുകയും നൈരാശ്യമോടെ വിലപിക്കരുതേ. നമുക്ക് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ഇനത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിക്കട്ടെ. പൊടിയിലേക്ക് നിന്നെ മടങ്ങുമെന്ന് നല്ല ജനസകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ മുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യനെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുമിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളെ ഭക്തി ശരീരങ്ങൾ ഉദ്ധാരം നീങ്ങുന്നു. നാഥാ, ഞങ്ങളെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഘോഷിക്കുവിൻ, സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ.
അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, വിധിയാൽവാനവരാജ്യം നേടും വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനും ഇന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. രാജ്യം നേടും മനുജനു ഭാഗ്യം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചറിയർപ്പിക്കുന്നതിന് നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവിതവിളയിൽ ഓർത്തോത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയത്മകളെ ഉൾക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോ എന്നിടും ഇപ്പോൾ കൽപ്പിക്കണമേ. അത് കേട്ടുടരും
നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനുമമ്പരമധ്യേ നിരചേരുന്നു ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. കരുണ നിറഞ്ഞവനുമായ നീതിമാനായ കർത്താവേ, ജീവന്റെ വെള്ളത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, 5:30 ദിവ്യബലി. ദിവ്യബലിയിൽ സംബന്ധിക്കാനുള്ളവര് എത്രയും വേഗം ദേവാലയത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ രാവിലെ 6:45 പരേതിനു വേണ്ടിയുള്ള ദിവ്യബലിയും തുടർന്ന് സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനയും, അതിനുശേഷം പരേതിന്റെ ഭവനങ്ങളിലേക്ക് മടങ്ങുക. നിർദ്ദേശ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത് ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നും നീ ചെയ്യാതിരിക്കൂ. ജമൻ കിട്ടില്ല. ഒരു മിനിറ്റ് കയറി പിടിച്ച് പിടിക്കാൻ ഇറക്കല്ലേ വിടല്ലേ നമ്മൾ നിങ്ങൾ അങ്ങനെ വെക്കണ്ടോ? നേരത്തെ വെച്ചോ. യാത്രയിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ അപ്പുറം തരുവാണെങ്കിൽ ഞാൻ പിടിച്ചതാ. ഒരു